ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ മാസം നമുക്ക് റമദാന്റെയും വിഷുവിൻ്റെ ഒക്കെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ തിരക്കിലേക്ക് കാര്യങ്ങളൊക്കെ പോവാണ്. ആസ് യൂഷ്വൽ നമ്മുടെ ഫെസ്റ്റിവൽ സീസണിൻ്റെ അടിപൊളി ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കും അതിൻ്റെ ഡീറ്റെയിലും ഓഫേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ട്രൂ വാല്യൂയിൽ കൊടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊണ്ടുവന്നിട്ടുള്ളത് മാരുതിയുടെ വാഹനമല്ല, നമ്മുടെ ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് ഹുണ്ടായിയുടെ i20 ആണ്. ഈ വാഹനം 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ വേരിയന്റ് ആണ് കേട്ടോ. i20 സ്പോർട്സ് 2016 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 63,000 കിലോമീറ്റർ ഓടി ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില വെറും 5,35,000 രൂപയാണ്. മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡ്രൈവർ സൈഡ് ഡോറ് ഒരു വട്ടം മാറിയിട്ടുണ്ട്, അത് ഹിസ്റ്ററിയിലുള്ളതാണ്. വിത്ത് വാറണ്ടിയിലാണ് നമ്മൾ ഈ വാഹനം നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരു 30,000-40,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാലൻസ് എമൗണ്ട് ലോൺ ആക്കിയിട്ട് നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാനും സാധിക്കും. അപ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും ബാക്കി വിശേഷങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ് കേട്ടോ. പിന്നെ i20യുടെ പ്രത്യേകത അറിയാലോ, എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ബേസ് മോഡൽ വാഹനം തൊട്ട് തന്നെ വരുന്നുണ്ട്. ഇത് സ്പോർട്സ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ ലുക്ക് ഒന്നുകൂടെ ഒന്ന് കൂട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ്. വൈറ്റ് കളേഴ്സാണ്, ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല വൃത്തിയുള്ള വാഹനമാണിത്. ഈ വാഹനം വേണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ട്രൂ വാല്യൂയിലോട്ട് വന്നോളൂ. കാലിക്കറ്റ് അരഞ്ഞിപ്പാലത്തെ വണ്ടി റെഡി സ്റ്റോക്ക്. വാഹനം എന്ന് പറയുന്നത് മാരുതിയുടെ കോമ്പാക്ട് XUV ടൈപ്പിൽ വരുന്ന എക്സ്പ്രസോ ആണ്. മാരുതി ഈ വാഹനത്തിന് പറയുന്നത് ഒരു കോമ്പാക്ട് XUV ടൈപ്പിലാണ് കേട്ടോ മാരുതി ഈ വാഹനത്തിനെ കണക്കാക്കുന്നത്. ആൾക്കാർ ഇപ്പോൾ ഡിസൈനെ പറ്റി കാര്യങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, അത്യാവശ്യം നല്ല മൈലേജും നല്ല ഡ്രൈവിംഗ് കംഫർട്ടും ഉള്ള ഒരു വാഹനമാണിത്. ഒരു കുഞ്ഞു ഫാമിലിക്കൊക്കെ അത്യാവശ്യം കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു മിനി SUV ടൈപ്പ് വാഹനം തന്നെയാണിത്. അപ്പോൾ 2020 മോഡലാണ് വാഹനം വരുന്നത്. VXi ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ മിഡ് വേരിയന്റ് വരുന്ന വാഹനം. ആകെ 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. വേറെ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളില്ല. അതുപോലെ തന്നെ പെയിന്റിങ്, സ്ക്രാച്ചോ, ഡെന്റസോ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ ഈ വാഹനത്തിന് 1 ഇയർ എഞ്ചിൻ, ഗിയർ ബോക്സ്, ആക്സിൽ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വാറണ്ടിയും തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 3 ഫ്രീ സർവീസും കിട്ടും. മാരുതിയുടെ സർട്ടിഫൈഡ് കാറ്റഗറിയിൽ വരുന്ന വാഹനമാണിത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില 4,60,000 രൂപയാണ്. അതിനകത്ത് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടും അതുപോലെ തന്നെ മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഈ ഒരു വാഹനമൊക്കെ നിങ്ങൾക്ക് വെറും 30,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് കേട്ടോ. അപ്പോൾ ഒരു 30-40 രൂപ നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ പേയ്മെൻറ്റ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അതും ഈ വിഷുവിൻ്റെയും പെരുന്നാളിൻ്റെയും മുന്നേ ആയിട്ട് ഈ വാഹനം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാം. വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളോടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു ഇൻറ്റീരിയർ ആണ് കേട്ടോ. മിനി SUV ആയതുകൊണ്ട് തന്നെ ഈ വാഹനം അത്യാവശ്യം നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഫ്രണ്ട് വ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അത് നമുക്ക് ആക്സറീസിൽ ആഡ് ചെയ്ത് ചെയ്യാവുന്നുള്ളൂ. വാറണ്ടിയും സർവീസൊക്കെ കിട്ടുന്ന വാഹനമാണ്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വെൽ മെയിൻറ്റൈൻഡ് ഹൈ ക്വാളിറ്റി സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ പറയാം. അത്രയും നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണിത്. അപ്പോൾ ഈ ഒരു കളറും ഈ ഒരു സെഗ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാമിലി കാർ നോക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വരാം. മാക്സിമം ഡിസ്കൗണ്ടിൽ ഈ വാഹനം നമുക്ക് തരാം. 4,60 നമ്മൾ ചോദിക്കുന്ന വില, പക്ഷേ വില നെഗോഷ്യബിൾ റേറ്റ് തന്നെയാണ്. നമുക്കൊരു 4,20, 4,15 റേഞ്ചിലൊക്കെ ഈ വാഹനം. അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അതർ ബ്രാൻഡ് വാഹനം തന്നെയാണ്. റെനോൾട്ടിൻ്റെ കിഡ് ആണ്. ഈ വാഹനം മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ്. RXL 1 ലിറ്റർ വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് ഈ വാഹനം. ഇതിൻ്റെ കിലോമീറ്റേഴ്സ് ഓടിയിരിക്കുന്നത് 14,000 കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. നമ്മൾ ചോദിക്കുന്ന വില 4,60,000 രൂപയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ വാഹനത്തിന് നോൺ മാരുതി വാഹനമാണെങ്കിൽ പോലും നമ്മൾ വാറണ്ടിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. 1 ഇയർ എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കാര്യങ്ങളൊക്കെ വാറണ്ടിയോട് കൂടിയാണ് ഈ വാഹനം നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ലോൺ വേണമെങ്കിലോ അതുപോലെ തന്നെ മാക്സിമം ഡിസ്കൗണ്ടിലും കൂടിയാണ് നമ്മൾ ഈ വാഹനം നൽകുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാം. വരും. നല്ലൊരു വൃത്തിയുള്ള ഇൻറ്റീരിയർ തന്നെയാണ് കേട്ടോ ഈ വാഹനത്തിനുള്ളത്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ആക്സറീസ് കാര്യങ്ങൾ, ഫിറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ലിറ്റർ വാഹനം ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ലാഗോ കാര്യങ്ങളൊന്നും വാഹനത്തിന് ഫീൽ ചെയ്യില്ല. അത്യാവശ്യം നല്ല വൃത്തിയുണ്ടെന്ന് തന്നെ പറയാം. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നല്ല വൃത്തിയുള്ള ഹൈ ക്വാളിറ്റി ഉള്ള വാഹനമാണിത്. നമുക്കിപ്പോൾ റെഡി സ്റ്റോക്ക് ആയിട്ട് എടുത്ത് തന്നെ കൊണ്ടുപോകാം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ കൊണ്ടായാലും നേരിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് വേറെ ഒരു വർക്കും വാഹനത്തിന് മുകളിൽ വരുന്നില്ല. ഇവൻ പോളിഷ് വരെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വാഹനമാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതും ഒരു അതർ ബ്രാൻഡ് തന്നെയാണ്. ഇത് ഡീസൽ വാഹനമാണ്. ഡീസൽ വാഹനം നോക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കുറവാണ്. ഒരു ബലേനയും ഒരു അമേസും മാത്രമേ നമ്മുടെ അടുത്ത് ഡീസലുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2015 മോഡൽ അമേസ് S വേരിയൻ്റ് ആണ് ഈ വാഹനം വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ വാഹനമാണിത്. പഴയ മോഡൽ അമേസ് ആണ്. ഈ മോഡൽ അമേസ് ഇപ്പം അധികം കിട്ടാനൊന്നുമില്ല. പക്ഷേ ഡീസൽ വാഹനം ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് മാർക്കറ്റ് വാഹനത്തിനുണ്ട്. ഡീസൽ വണ്ടികളും അത്യാവശ്യം മൈലേജൊക്കെ നോക്കുന്ന മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കസ്റ്റമറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും. ക്വാളിറ്റി വൈസ് അത്ര മോശം ക്വാളിറ്റി ഒന്നുമല്ല. അത്യാവശ്യം നല്ലൊരു വെൽ മെയിൻറ്റൈൻഡ് വാഹനം തന്നെയാണ്. പക്ഷേ കുറച്ച് ചെറുതായിട്ടുള്ളൊരു
എന്താ പറയുക സീറ്റ് കവേഴ്സിലൊക്കെ കീറൽ കാര്യങ്ങളൊക്കെ ഇന്റീരിയർ കാണിക്കുമ്പോൾ കാണിച്ചു തരാം. ഓരോരുത്തരുടെ ഉപയോഗത്തിൻ്റെ ഇതാണ്, അങ്ങനത്തെ ഒരു ഇതുണ്ടെന്നുള്ളൂ. അല്ലാതെ വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത വാഹനമാണിത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില 4,50,000 രൂപയാണ്. 4 ലക്ഷം വരെ നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു ഡീസൽ വാഹനമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ കൂടിയാണിത്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഇന്റീരിയർ ഈ വാഹനത്തിന് ഉണ്ടെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ സീറ്റ് കവേഴ്സിൽ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഡാമേജസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് കീറിയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ പരമായിട്ടോ മറ്റു കാര്യങ്ങളായിട്ടോ വാഹനത്തിന് വേറെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വൃത്തി, അത്യാവശ്യം 2015 വാഹനത്തിനുള്ള എല്ലാ വൃത്തിയും കാര്യങ്ങളും ഈ വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഡീസൽ വാഹനം നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വാഹനം നോക്കിക്കോളും. നമ്മുടെ അടുത്ത വാഹനം എന്ന് പറയുന്നത് 2016 മോഡൽ i20 ആസ്റ്റ ഓപ്ഷനിലാണ് കേട്ടോ. 2016 ആസ്റ്റ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഡുവൽ എയർ ബാഗ്, ABS എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ ഓടിയിട്ടുള്ള ഈ വാഹനം ആകെ 57,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വേറെ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ന്യൂ അറൈവൽ ആയതുകൊണ്ട് വാഷിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൂ. വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണിത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില 5,90,000 രൂപയാണ്. വാഹനത്തിന്റെ ഇന്റീരിയറും കാര്യങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാം. വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ ഈ വാഹനത്തിനുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു വാഹനം കേട്ടോ. പിന്നെ ആസ്റ്റ ഓപ്ഷണൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഫുള്ളി ലോഡഡ് വാഹനമാണ്. കീലെസ് എൻട്രി, അലോയ്, എയർ ബാഗ്, ABS, അതുപോലെ തന്നെ ഡുവൽ എയർ ബാഗ് കാര്യങ്ങൾ എല്ലാം വാഹനത്തിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ലോണിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് ഈ വാഹനം കൊണ്ടുവന്നിട്ടുള്ളത് 2022 മോഡൽ സ്വിഫ്റ്റ് ആണ്. അത്യാവശ്യം കുറച്ച് കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ചെറിയ രീതിയിൽ മോഡിഫൈ, അതായത് ലീഗലി ആയിട്ടുള്ള മോഡിഫൈഡ് ആണ്. അല്ലാതെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളില്ല. റിയർ ബമ്പർ പ്രൊട്ടക്ടർ, സൈഡ് സ്കേർട്ടിങ്, ഫ്രണ്ട് ബമ്പർ പ്രൊട്ടക്ടർ, അതുപോലെ സ്പോയിലർ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഫുള്ളി ലോഡഡ് വാഹനമാണിത്. VXi ആണ് മിഡ് വേരിയന്റ് അവർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വാഹനമാണ്. 2022 മോഡൽ സ്വിഫ്റ്റ് VXi സിംഗിൾ ഓണർഷിപ്പുള്ള ഈ വാഹനം ആകെ 51,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. നമ്മൾ ചോദിക്കുന്ന വില 6,50,000 രൂപയാണ്. വേറെ തട്ടുമുട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ വാഹനം ട്രൂവാലി സർട്ടിഫൈഡ് ആണ്. അത് നിങ്ങൾക്ക് 1 ഇയർ വാറണ്ടി 3 സർവീസും ലഭിക്കുന്ന ട്രൂവാലി സർട്ടിഫൈഡ് വാഹനമാണിത്. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് കേട്ടോ. സീറ്റ് കവേഴ്സ്, ഫുൾ മാറ്റ്, പീസ് മാറ്റ്, സ്റ്റിയറിംഗ് കവർ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നല്ല വൃത്തിയിലുള്ള വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. നിങ്ങൾക്ക് ടയേഴ്സ് കാര്യങ്ങൾ എല്ലാം അത്യാവശ്യമുണ്ട്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും ചെയ്യാനില്ല, റെഡി ടു യൂസ് ആണ് വാഹനം. നമ്മളതുപോലെ പോളിഷ്, ക്ലീനിങ്, ഇൻറ്റീരിയർ എല്ലാം ചെയ്തിട്ടാണ് തരിക. മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ലഭിക്കും. അപ്പോൾ നല്ലൊരു സ്വിഫ്റ്റാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത നമ്മുടെ വാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓൾട്ടോ കേട്ടൺ. ഈ വാഹനമൊക്കെ ഈ മാസം ഈ ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ലാൻഡിംഗ് പ്രൈസിൽ തന്നെ ചെയ്തു തരും കേട്ടോ. സിംഗിൾ ഓണർഷിപ്പിൽ 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ്. ആകെ 9 മാസത്തെ പഴക്കേ വാഹനത്തിനുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ല. 3 വർഷത്തേക്കുള്ള ഇൻഷുറൻസും അതുപോലെ ലൈഫ് ടൈം ടാക്സ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. 2027 വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള വാഹനം പ്ലസ് നമ്മുടെ 1 ഇയർ ട്രൂവാലി വാറണ്ടി അടക്കം 2028 വരെ അല്ലെങ്കിൽ 1,15,000 കിലോമീറ്റർ വരെ വാറണ്ടിയും 3 സർവീസും ഫ്രീ ഉള്ള സർട്ടിഫൈഡ് വാഹനമാണിത്. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില 4,40,000 രൂപയാണ്. നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിലാണ് ഈ വാഹനം തരാം. ഏകദേശം ഒരു 4,25, 4,20 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഈ വാഹനം നോക്കിയിട്ട് ചെയ്തു തരാവുന്നുള്ളൂ. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും കൂടെ ഞാൻ കാണിച്ചു തരാം. LXi ആയതുകൊണ്ട് തന്നെ പവർ വിൻഡോയും സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊന്നും വരില്ല, അതൊക്കെ അഡീഷണൽ ചെയ്തതാണ്. അപ്പോൾ ഇൻറ്റീരിയറും കൂടെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു വാഹനമാണ്. എക്സ്ട്രാ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടച്ച് സ്ക്രീൻ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പവർ വിൻഡോ മാത്രമേ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതുള്ളൂ. അത് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു റേറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ആക്സറീസിൽ ചെയ്തു തരാൻ പറ്റും. അപ്പോൾ മാക്സിമം ലോൺ കയറുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാഹനമാണ് ഇതുള്ളത്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയോ വരുന്നുള്ളൂ. നമ്മൾ എന്തായാലും ഒരു 3 ദിവസങ്ങളിൽ അടുത്തൊരു വീഡിയോയും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമുക്ക് വിഷുവും റംസാനും അനുബന്ധിച്ച് കുറച്ചുകൂടെ സ്റ്റോക്കുകൾ വാഹനങ്ങൾ കയറാനുണ്ട്. അപ്പോൾ പുതിയ സ്റ്റോക്കും വണ്ടികളൊക്കെ ഇനിയും നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും നമ്മുടെ ഷോറൂം ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ മറന്നു വരുന്നത്. നമുക്ക് ബുക്ക് ചെയ്യുന്ന എല്ലാത്തിനും നമുക്ക് നല്ല മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അഷ്യൂർ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആക്സറീസോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലുണ്ടെങ്കിൽ അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ മാസം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഇനിയും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണാത്തവർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കാനും കൂടെ നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി.